അപ്പൊ ഈ രോഗികളുടെ കാര്യം പറയുമ്പോഴേ ഗുരുവായൂർ കേശവന്റെ ഒരു കഥ വളരെ പ്രചാരത്തിലെത്തിയിരുന്നു. കേശവൻ അന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സയിലുണ്ടായിരുന്നു. പാപ്പാനോട് തെറ്റി വന്നിട്ടാണ് വന്നത് എന്നുള്ള കഥകളൊക്കെ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലൊക്കെ വന്നിരുന്നു. എന്താ അതെങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഗജചികിത്സ എങ്ങനെയാണ് നടത്തിയിരുന്നത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടത്താത്ത ഒരു കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ ഗജചികിത്സ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലല്ല, എത്രയോ കൊല്ലം പഴക്കമുള്ളൊരു ഗജചികിത്സയുടെ കഥ നമ്മളുടെ ചരിത്രത്തിൽ കിടക്കുന്നുണ്ട്. കാരണം ഒരാനയ്ക്ക് മുഴ വന്നെന്നും അത് പൊട്ടി ഒലിച്ചും അതിളകി ഇവിടെ വന്ന് മുറ്റത്ത് വന്ന് നിന്നെന്നും അതിനെ അന്നത്തെ ഒരു മുത്തശ്ശൻ പുഴയിലിറങ്ങി നിന്ന് ഒരു തോർത്ത് കൊണ്ടുപോയിട്ട് ഒപ്പി ആ ചോര നിന്നെന്നും. അപ്പം നമ്മളുടെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു തോർത്തിൽ ധന്വന്തിരി എഴുന്നള്ളി ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ധന്വന്തിരിക്ക് ഒരു പ്രാധാന്യത്തിൽ നല്ലോണം ഉണ്ട് നമ്മളുടെ വിശ്വാസത്തിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യനാഥനായിട്ടുള്ള ശിവനും ധന്വന്തിരിയാണ് നമ്മളുടെ അടിസ്ഥാന കുടുംബ പരദേവതകൾ, കുടുംബക്ഷേത്രമായിട്ട് നിൽക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ ചികിത്സ പഠിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം അവിടെയും 3 ദിവസം തിരുമാന്താംകുന്നലും ഭജിക്കുന്നു നമ്മളെ പേപ്പറിൽ കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതായത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ധന്വന്തിരിക്ക് അപ്പോൾ അന്നത്തെ കാലത്ത് പോലെ തന്നെ രോഗശാന്തിക്ക് ധന്വന്തിരിയാണ് പ്രധാനം. ധന്വന്തിരി വൈദ്യനാഥനായിട്ടുള്ള ശിവനും രണ്ടും തുല്യമാണ്. അപ്പം എങ്ങനെയാ വെച്ചാൽ അന്ന് നമ്മൾ സർവ്വരോഗം ശമന പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജ ഇതിലിങ്ങനെ ചെയ്തു വന്നിരുന്നു. അപ്പം അത് അധികം ചെയ്യുക എങ്ങനെയാ വെച്ചാൽ അഡ്മിറ്റ് പേഷ്യൻസിന് നമ്മൾ ചെയ്തു വന്നിരുന്നു. അതിപ്പോൾ പിന്നെ ഒരു കമ്മിറ്റിയൊക്കെ ആയി, നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഇതായി നമ്മളെ നാട്ടിലൊരു കമ്മിറ്റിയൊക്കെ വന്ന് ഇപ്പോഴും അത് ഗംഭീരമായിട്ട് ആ സർവ്വരോഗ ശമന പൂജ ഇപ്പോൾ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ചെയ്തും കൊണ്ട് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ ഒരു ആന ചികിത്സയാണ്. മനസ്സിലായില്ലേ? ഇത്രയും ധന്വന്തിരി ശിവനും പ്രധാനം വരാൻ കാരണം ഈ ഒരു ആന ചികിത്സയാണ്. കാരണം അതിൽ തോർത്ത് കൊണ്ടുപോയി ഒപ്പി അപ്പം ചോര നിന്നു എന്നാണ്. പിന്നെ അവർ തിരഞ്ഞു നോക്കുമ്പോൾ മുകളിലൊരു പെരുമ്പാമ്പ് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നെയ്യ് കൂടിയിട്ടാണ് ഒഴുകി വന്നിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ധന്വന്തിരിയുടെ പ്രധാനം തന്നെയാണ് നമ്മളുടെ കുടുംബം വിശ്വസിച്ച് വരുന്നത്. പിന്നത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ കേശവൻ വന്ന് നിന്നതും കേശവനെ ചികിത്സിച്ചതും ഒക്കെ. അപ്പം അന്ന് മതം ഇളകിയ സമയത്ത് കൊമ്പ് വെച്ച് കുത്തുകയാണ്. അപ്പം ഈ കൂച്ചുവലങ്ങ് പൊട്ടിയിട്ട് വീണതാണ് നമ്മൾ ഇന്നും അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് കേശവൻ്റെ കഥ. പിന്നെ അതിനെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോയിന്നും കുഴപ്പമുണ്ടായില്ല. ഇവിടെ വന്നതിന് ശേഷം പിന്നെ മതം ഇളകിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കാരണം അച്ഛൻ പോയിട്ട് പൂമുള്ളി തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് ഗജചികിത്സ പഠിച്ചു. കാരണം ഇനി ഒരു വേണ്ടി വന്നാൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് അത് വിട്ടുകൊണ്ടുപോവില്ല എന്നുള്ളൊരു വാശിക്ക് അവിടെ പോയി പഠിച്ചു. അദ്ദേഹം ഉള്ളത്തോളം കാലവും പോയി പഠിച്ചു.